കള്ളനും കൃഷിയും. ഗ്രാമത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. തമ്മിൽ കണ്ടാൽ അപ്പോൾ തർക്കമായി, വാക്കേറ്റമായി, ഒടുവിൽ അടിപിടിയായി, ലഹളയായി. ഏറെ കാലമായി ഇതാണ് പതിവ്. ആ ഗ്രാമത്തിൽ തന്നെ നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. രണ്ട് പാർട്ടിയിലും അയാൾ അംഗമല്ല. 2 ഏക്കറുള്ള തൻ്റെ സ്ഥലത്ത് മുന്തിരി കൃഷി ചെയ്ത് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ അയാൾ കാലം തള്ളി നീക്കി. പക്ഷേ ഇരു പാർട്ടിക്കാരും അയാളെ തങ്ങളുടെ പാർട്ടിയിൽ ചേർക്കാനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. കൃഷിക്കാരന് അങ്ങനെ ഏറെ നാൾ പിടിച്ചു നിൽക്കാനായില്ല. ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം ഒരു പാർട്ടിയിൽ അംഗമെടുത്തു. പിന്നെ കുറേ കാലം അതിൽ മുഴുകി രസിച്ച് ജീവിതം തള്ളി നീക്കി. അങ്ങനെയിരിക്കെ ഒരു നാൾ അയാളും സംഘവും പോലീസ് പിടിയിലായി. കോടതി ശിക്ഷിച്ചു. അങ്ങനെ അയാളും കൂട്ടുകാരും തടവിലുമായി. അപ്പോഴാണ് അയാൾക്ക് വീണ്ടും വിചാരമുണ്ടായത്. വീട്ടുകാർക്ക് ആകെയുള്ള വരുമാനം ആ മുന്തിരിത്തോട്ടമാണ്. അവിടം ഇപ്പോൾ ഉണങ്ങി വരണ്ടു കാണും. തൻ്റെ കുടുംബം പട്ടിണി കിടന്നത് തന്നെ. ആ ഗ്രാമത്തിലെ ജയിൽ നിയമമനുസരിച്ച് വീട്ടിലേക്ക് കത്തെഴുതാം. ജയിൽ പുള്ളിക്ക് കിട്ടുന്ന കത്തുകൾ അധികാരികൾ വായിക്കാതെ തന്നെ കൊടുക്കും. പക്ഷേ ജയിൽ പുള്ളികൾ എഴുതുന്ന കത്തുകൾ വായിച്ചു നോക്കിയിട്ടേ പോസ്റ്റ് ചെയ്യൂ. ഒരു ദിവസം അയാൾക്ക് ഭാര്യയുടെ കത്ത് കിട്ടി. അവർ എഴുതിയിരിക്കുന്നു: നിങ്ങൾ പോയതിന് ശേഷം ഇവിടെ കഷ്ടപ്പാടും ദുരിതവുമാണ്. മക്കളും ഞാനും മിക്ക ദിവസങ്ങളിലും പട്ടിണി തന്നെ. എന്ത് ചെയ്യണമെന്ന് ഒരു തിട്ടവുമില്ല. നമ്മുടെ ഉണങ്ങി വരേണ്ട പാടം കിളച്ചു മറിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്തെങ്കിലും നടാമായിരുന്നു. പക്ഷേ അതിന് പണം വേണ്ടേ? ഭാര്യയുടെ കത്ത് വായിച്ച് കൃഷിക്കാരൻ വളരെ വിഷമത്തിലായി. കുറച്ചു നേരം കരഞ്ഞു, പിന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ അയാൾക്ക് ഒരു ബുദ്ധി തോന്നി. ഉടൻ തന്നെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി: ഞാൻ ഇന്നേ വരെ നിന്നോട് പറയാതെ ഒരു രഹസ്യമുണ്ട്. നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ കുറച്ച് രത്നങ്ങൾ ഒരു പെട്ടിയിലാക്കി കുഴിച്ചിട്ടിട്ടുണ്ട്. അത് തപ്പിയെടുക്കുക. പിന്നെ നിനക്കും മക്കൾക്കും സുഖമായി കഴിയാം. അയാൾ കത്ത് പോസ്റ്റ് ചെയ്യാനായി ഏൽപ്പിച്ചു. ജയിൽ സൂപ്രണ്ട് പരിശോധനയുടെ ഭാഗമായി കത്ത് വായിച്ചു. വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹം അന്ധിച്ചുപോയി. ആ കത്ത് സൂപ്രണ്ട് പോസ്റ്റ് ചെയ്തില്ല. അന്ന് രാത്രി തൻ്റെ വിശ്വസ്തരായ കുറേ തടവ് പുള്ളികളുമായി സൂപ്രണ്ട് മുന്തിരിത്തോട്ടത്തിലെത്തി. അത് മുഴുവനും കിളച്ചു മറിച്ചു. പക്ഷേ യാതൊന്നും കിട്ടിയില്ല. അവർ നിരാശരായി മടങ്ങി. ഭാഗ്യമെന്ന് പറയട്ടെ, 3-ാം ദിനം നല്ല മഴ പെയ്തു. അവർ കിളച്ച് ഒരുക്കിയ മണ്ണിൽ ഭാര്യ മുന്തിരി കൃഷി ചെയ്തു. ആ വർഷം നല്ല വിളവ് ലഭിച്ചു. അവർക്ക് ആവശ്യത്തിലേറെ പണവും കിട്ടി. കുറച്ചു മാസം കൂടി കഴിഞ്ഞപ്പോൾ അയാൾ ജയിൽ വിമോചിതനായി. വീട്ടിലെത്തിയ ഉടൻ ഭാര്യ അതീവ സന്തോഷത്തോടെ പറഞ്ഞു: എൻ്റെ കത്ത് കിട്ടിയ ഉടൻ തന്നെ നിലം കിളച്ചു മറിക്കാൻ ഇത്രയധികം ആളുകളെ പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? എനിക്ക് അങ്ങയുടെ മറുപടി പോലും കിട്ടിയില്ല. ഭർത്താവിൻ്റെ പദ്ധതി അറിയാതെ ഭാര്യയോട് അയാൾ പറഞ്ഞു. ഈശ്വര കൃപയാൽ എല്ലാം ഇങ്ങനെയായി. നമുക്കിനി പഴയതുപോലെ നല്ല ജീവിതം തുടങ്ങാം. ഭഗവാൻ ഈ കഥ വിവരിച്ചിട്ട് തുടർന്നു: ഇനി
കഥയിലെ കാര്യം കേൾക്കൂ. 2 ഏക്കറിൻ്റെ ഉടമ എന്ന് പറഞ്ഞത് 2 ഇഞ്ച് വലിപ്പമുള്ള ഹൃദയത്തിനുടമയായ മനുഷ്യൻ തന്നെ. മനുഷ്യഹൃദയത്തിൽ 2 പാർട്ടിയുണ്ട്, നന്മയും തിന്മയും. ഇരുവരും തമ്മിൽ എപ്പോഴും യുദ്ധം തന്നെ. ഇതിനിടയിൽപ്പെട്ട് ആദ്യമൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ജീവാത്മാവ് എപ്പോഴോ ഒരിക്കൽ തിന്മയുടെ പക്ഷത്ത് ചേർന്നു. ജീവാത്മാവിന് നിവൃത്തി എന്ന ഭാര്യയും പ്രവൃത്തി എന്ന മക്കളുമുണ്ട്. ജീവൻ ജയിലായി, എന്നാൽ ബന്ധനത്തിലായി എന്ന് സാരം. എന്തായാലും ഹൃദയം ശുദ്ധമാക്കിയാൽ ജ്ഞാനമാകുന്ന രത്നം ലഭിക്കുമെന്ന് ജീവനറിയാം. ആ ജ്ഞാനരത്നം കിട്ടാൻ ബന്ധങ്ങളാകുന്ന തടവു പുള്ളികളെ ഉപയോഗിച്ച് ഹൃദയഭൂമി കുഴിച്ചു. അവിടം ശുദ്ധമായതോടെ ആനന്ദമെന്ന വിള ലഭിക്കാനും തുടങ്ങി. അതിനാൽ അത്യാവശ്യമായ കാര്യം നിരന്തരമായ നാമസ്മരണയിലൂടെ ഹൃദയം ശുദ്ധീകരിക്കുകയാണ്.